ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ഫിഗർ. നമ്മൾ ഒരുപാട് പേര് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാസത്തിൻ്റെ ഇടയ്ക്കോ അവസാനമൊക്കെ ആയിരിക്കും നമുക്ക് എന്തെങ്കിലും അർജൻറ്റായിട്ടൊരു പ്രൊഡക്റ്റ് മേടിക്കേണ്ട ആവശ്യം വരുന്നത്. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ വഴി നമ്മൾ നോക്കുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് അത്രയും എമൗണ്ട് കൊടുക്കാനായിട്ട് ചിലപ്പോൾ അക്കൗണ്ടിൽ കാണാത്ത അവസ്ഥയുണ്ടല്ലേ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ തരണം ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ സൈഡിൽ നിന്ന് ഒരു അടിപൊളി ഫീച്ചറുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ സൂപ്പർ പേ എന്ന് പറഞ്ഞ ഫീച്ചറാണ്. ഒരുപക്ഷെ ഒരുപാട് പേർ അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ സൂപ്പർ പേ എന്ന് പറഞ്ഞ ഫീച്ചർ നമുക്ക് വളരെ ഈസി ആയിട്ട് ഗഡുക്കളായിട്ട് നമുക്ക് പേ ചെയ്ത് പ്രൊഡക്റ്റിനെ മേടിക്കാൻ പറ്റും. ഒരു കോസ്റ്റും ഒരു തരത്തിലുള്ള ഹിഡൻ ചാർജസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്കത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലിപ്കാർട്ട് എടുക്കാം. ഫ്ലിപ്കാർട്ട് എടുത്തതിന് ശേഷം ഇതിനകത്ത് നമുക്ക് അക്കൗണ്ട് എന്നുള്ള ആ ടാബിലേക്ക് പോകാം കേട്ടോ. താഴെ അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ തന്നെ അവിടെ ഫിനാൻസ് ഓൺ UPI എന്നുള്ളത് കാണാൻ പറ്റും നമുക്ക്. ഈ ഫിനാൻസ് ഓൺ UPIക്കകത്ത് ഇപ്പോൾ ഇവിടെ സൂപ്പർ കാർഡ് അല്ലെങ്കിൽ ബൈ നൗ പേ ലേറ്റർ ഇൻ 3 ഇതാണ് ഞാൻ പറഞ്ഞ ഫീച്ചർ കേട്ടോ. അടിപൊളി ഫീച്ചറാണിത്. ആ ഫീച്ചറിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ 2 ഓപ്ഷൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒന്ന് സൂപ്പർ പേ ഇൻ 3 എന്ന് കാണിക്കുന്നുണ്ട്, പേ ഇൻ 3 പാർട്സ് അറ്റ് നോ എക്സ്ട്രാ കോസ്റ്റ്. അതായത് നമുക്ക് വേറെ ഹിഡൻ ചാർജസ് ഒന്നും ഇല്ലാതെ 3 ഗഡുക്കളായിട്ട് നമുക്ക് പ്രൊഡക്റ്റിനെ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ആക്ടിവേറ്റ് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പുതുതായിട്ട് കയറുന്നവർക്ക് ഇങ്ങനെ ഒരു UI ആയിരിക്കും കാണുന്നത്. ഇതിൽ ആക്ടിവേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓട്ടോ പേ സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ളതാണ് ഇനി കോൺഫിഗർ ചെയ്യേണ്ടത്. നമ്മുടെ ബാങ്ക് താഴെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണെന്ന് വെച്ചാൽ ബാങ്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ തന്നെ മെസ്സേജിൻ്റെ UI വരും. ജസ്റ്റ് സെൻഡ് കൊടുക്കുക. അക്കൗണ്ട് ഏത് ബാങ്ക് അക്കൗണ്ടാണോ സെലക്ട് ചെയ്തത് ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും നമ്മുടെ ക്യാഷ് ഓരോ മാസവും ഇൻസ്റ്റാൾമെൻറ്റ് അനുസരിച്ച് പിടിക്കും. സിബിൽ സ്കോറിൻ്റെ ബേസിലും നമ്മുടെ പ്രീവിയസ് ഷോപ്പിംഗ് അല്ലെങ്കിൽ പർച്ചേസിൻ്റെ ഒക്കെ ഒരു ബേസിലായിരിക്കും നമുക്ക് അവർ ഈ ഒരു എമൗണ്ട് അവർ അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിനകത്ത് കാണിക്കുന്നത് ഇപ്പം 5388 ഞാൻ ആൾറെഡി ഇതിനകത്ത് ഒരു പ്രൊഡക്റ്റ് മുൻപ് ഇതിനകത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് താഴെ കാണിക്കുന്ന ഓൾ ട്രാൻസാക്ഷൻസിൽ. ഇവിടെ ഓൾ ട്രാൻസാക്ഷനിൽ 1224 ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് 3 ഗഡുക്കളായിട്ട് ആണ് എനിക്ക് കിട്ടിയത്. അതിൽ 408 എന്ന രീതിയിൽ 3 പാർട്ടായിട്ട് കിട്ടി. അതിലൊരു ഹിഡൻ ചാർജസും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് താഴെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പേ ഏർലി എന്നൊരു ഓപ്ഷനുണ്ട്. ഞാൻ വിചാരിക്കുക എനിക്കിപ്പോൾ 2 പാർട്സ് എടുത്തു, അതിനകത്ത് 2 എമൗണ്ട് എടുത്തു. അതാണ് ഈ താഴെ ഫസ്റ്റ് പാർട്ട് ടിക്ക് കാണിക്കുന്നു. ഫസ്റ്റ് പാർട്ട് ആദ്യത്തെ ഗഡു നമ്മളെപ്പോൾ പർച്ചേസ് ചെയ്യുന്നോ അപ്പോൾ തന്നെ ഫസ്റ്റ് എടുക്കേണ്ട ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റും കൂടെ അവർ എടുത്തിട്ടായിരിക്കും ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പാർട്ടും മൂന്നാമത്തെ പാർട്ടും മാത്രമാണ് അപ്കമിങ് മന്ത്സിൽ നമ്മുടെ നിന്ന് ഈടാക്കുന്നത് അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഫീച്ചർ വരുന്നത്. എനിക്കിവിടെ അലോട്ട് ചെയ്ത് 5388. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇതിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള എമൗണ്ട് എന്ന് കാണാൻ പറ്റും. ഈ എമൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് വേണോ ഇതിനകത്ത് എടുക്കാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും യൂസിങ് ഈ പേ ഇൻ 3 പാർട്സ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ യാർഡ്ലിയുടെ ഒരു പൗഡറാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ യാർഡ്ലി പൗഡർ എന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇനി ബൈ എന്ന ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. മറ്റ് നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിലൊക്കെ നിങ്ങളൊന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ടുള്ളത് ലോഡായി വരുന്നുണ്ട്. ദെൻ അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു ഫീച്ചർ ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് അലോട്ട് ചെയ്ത എമൗണ്ടിന് കൂടുതൽ 1 രൂപയെങ്കിലും കൂടുതലാണെങ്കിൽ ആ ഫീച്ചർ നമുക്ക് ഈ ബൈ നൗ കൊടുത്ത് വരുന്ന പേജിൽ കാണിക്കത്തില്ല കേട്ടോ. പേയ്മെൻറ്റ് പേജിൽ വരത്തില്ല. അത് 238 രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിനകത്ത് കൃത്യമായിട്ട് എനിക്ക് പേ ഇൻ 3 കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട് നോ ഇൻട്രസ്റ്റ്, നോ ഫീ, നോ കാർഡ് റിക്വയർഡ്. എന്നിട്ട് ഇതിനകത്ത് എടുക്കുന്ന എമൗണ്ടിൻ്റെ ഗഡുക്കളും എടുത്തിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. പേ നൗ എന്ന് പറഞ്ഞിട്ട് 78, 77, 77 അങ്ങനെ 3 ഗഡുക്കളായിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. 232-നെ 3 സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് 3ആയിട്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് 232 വിൽ ബി സ്പ്ലിറ്റ് ഇൻ ടു 3 ഈക്വൽ പാർട്സ്. പേ ഓൺലി ദ ഫസ്റ്റ് പാർട്ട് നൗ യൂസിങ് UPI. നമുക്ക് മാസത്തിലെ ഏത് ദിവസമാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഇപ്പോൾ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് തന്നെ എടുക്കുമെന്ന് പറയുന്നുണ്ട്. പേ നൗ എന്ന് പറഞ്ഞ് 78 രൂപ അവിടെ കാണിക്കുന്നുണ്ട്. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് കാണിക്കുന്നത് 5th ഓഗസ്റ്റ് ആണ്. അപ്പം 5 ഓഗസ്റ്റ് എന്നുള്ളത് കാണാൻ പറ്റുന്നു. അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് അതേ ദിവസം തന്നെയാണ്, 5 സെപ്റ്റംബർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 ഗഡുക്കളായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസമാണ് നമ്മുടെ നിന്ന് ഓട്ടോ ഡെബിറ്റ് ചെയ്യുന്നതെന്നുള്ള കൃത്യമായിട്ട് കാണാൻ പറ്റും കേട്ടോ. അതിനകത്ത് നമുക്കിനി ഇതിനകത്ത് പേ ഓൺലി 78 നൗ എന്നുള്ള ഇപ്പം 78 രൂപ എടുക്കും എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പം 78ൻ്റെ ഫസ്റ്റ് പാർട്ടിൽ കാണിക്കുന്നുണ്ട് ദ നെക്സ്റ്റ് 2 പാർട്സ് വിൽ ബി ഓട്ടോ ഡെബിറ്റഡ് ഫ്രം യുവർ ബാങ്ക് അക്കൗണ്ട് ഓൺ ദ 5th ഓഫ് നെക്സ്റ്റ് 2 months എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ അവിടെ പ്ലേസ് ഓർഡർ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ സക്സസ്ഫുള്ളി പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗഡു മാത്രം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് മാത്രമേ പേയ്മെൻറ്റ് ആയിട്ടുള്ളൂ. ബാക്കി അപ്കമിംഗ് ഉള്ള 2 പേയ്മെൻറ്റ് വരുന്ന മാസങ്ങളിലായിരിക്കും പിടിക്കുന്നത്. നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ കാണണമെങ്കിൽ ഇവിടെ ഈ അക്കൗണ്ടിൽ വരിക. അക്കൗണ്ടിൽ വന്നതിന് ശേഷം ഫിനാൻസ് ഓൺ UPI എന്നുള്ളതിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. സൂപ്പർ പേ ഇൻ
3 എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൾ ട്രാൻസാക്ഷനകത്ത് കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ ആ പൗഡറിൻ്റെത്. എനിക്ക് റിമൈനിങ് എത്ര ഉണ്ടെന്ന് നമുക്ക് മുകളിൽ കാണാം കേട്ടോ. അവൈലബിൾ ഷോപ്പിംഗ് ബാലൻസിൽ ഇപ്പോൾ ഇനി കാണിക്കുന്നത് 5157 ആണ്. അപ്പോൾ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് ആർക്ക് നമുക്ക് അനുവദിച്ചിട്ടുള്ള ആ ഒരു എമൗണ്ടിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ അടിപൊളി നല്ല ക്രിയേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.